ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആൻഡ് വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ട് ഇന്ന് നമ്മൾ നാളെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിറ കണ്ടു, അപ്പോൾ നാളെയാണ് നമുക്ക് ഈദ്. അപ്പോൾ ഇന്ന് മുതൽ ഇവിടെ സെലിബ്രേഷൻസ് ഓരോന്നായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അൽബിദ പാർക്കാണ് ഞങ്ങൾ പോയതെന്ന്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഫുഡ് അടിക്കാനായിട്ട് വിശപ്പിൻ്റെ വിളിയുന്നതുകൊണ്ട് ഫുഡ് അടിക്കാൻ നമ്മൾ പപ്പ ജോൺസിലെത്തി. അങ്ങനെ പപ്പ ജോൺസിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇവിടെ വെച്ചൊരു ഇൻട്രോ ചെയ്ത് തരാറ്. അങ്ങനെയാണ് ഞങ്ങളിത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരൂ. ബൈ ബൈ. സോൺ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബലൂൺ പോപ്പ് ഉണ്ട്, ക്യാൻടോസ് ഉണ്ട്, ബാസ്ക്കറ്റ് ബോൾ, അങ്ങനെ കുറേ കളികളുണ്ട്. ഇതിൻ്റെയൊക്കെ വിന്നേഴ്സിനെ കിട്ടുന്നതാണ് മുകളിൽ തൂക്കിയിട്ടേക്കുന്ന സ്പൈഡർമാനും പാണ്ടയും ഒക്കെ. പിന്നെ ഇതിന് ഡിഫറെൻറ്റ് പേയ്മെൻറ്റുമാണ്, എല്ലാം പെയ്ഡാണ്. 15 റിയാൽ 20 റിയാലൊക്കെ ആണ് പെർ ഹെഡ് വരണം. ഫുഡ് സോൺ നമുക്കിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് മിക്കതും ഫിലിപ്പിനോ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ആണ്. ജ്യൂസ് ഐറ്റംസ് ഇഷ്ടം പോലെ വെറൈറ്റി അവൈലബിൾ ആണ്, ഷേക്കും മിൽക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പാരൻസിന് ഇവിടെ ഫുഡ് സെക്ഷനിൽ എക്സ്പ്ലോർ ചെയ്യാം, കുട്ടി പിള്ളേഴ്സിന് ഇവിടെ ഗെയിം സോണിലും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഓരോ പ്ലേയിങ് ഏരിയയ്ക്കും ഇൻഡിവിജ്വൽ പേയ്മെൻ്റ് ഉള്ളതാണ്. നിയറസ്റ്റ് തന്നെ അതിൻ്റെ കൗണ്ടേഴ്സും അവൈലബിൾ ആണ്. 15 റിയാൽ ടു 20 റിയാൽ വരെയൊക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ്. വിത്ത് അൺലിമിറ്റഡ് ആണ്. കുട്ടികൾക്ക് എത്ര നേരം വേണമെങ്കിലും അകത്തുനിന്ന് കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ്സിൻ്റെ സെക്ഷൻസും ഒക്കെ ഉണ്ട്. പല ടൈപ്പ് ടോപ്പുകളും കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സുകളും ജാക്കറ്റും ടോപ്സും ഒക്കെ ആയിട്ടുള്ളത് ഇഷ്ടംപോലെ കളക്ഷൻ കണ്ടു. പിന്നെ റേറ്റ് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് ഇങ്ങനെ ഒരു സ്റ്റോൾ ഇടുമ്പോൾ തന്നെ അവർക്ക് അതിനൊരു മാർജിൻ ഉണ്ടാവുമല്ലോ. കമ്പയർ ടു ഔട്ട്സൈഡ് ലോക്കൽ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്രയ്ക്ക് ഒരു പ്രൈസ് കുറച്ച് റേസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈവൻ ഇപ്പോൾ നമ്മൾ ഫുഡ് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വെള്ളത്തിന് തന്നെ ഒരു 3 റിയാലാണ് പേ ആവും. നമുക്കറിയാലോ, വെളിയിൽ തന്നെ ഒരു വാട്ടറിൻ്റെ ബോട്ടിലിന് 1 റിയാലേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് കമ്പാരിസൺ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇഷ്ടം പോലെ ഒരു ഉത്സവ പ്രതീതി ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ജനസമുദ്രമായിരുന്നു.
ഇത് നല്ല രസമുണ്ടല്ലേ, കുഞ്ഞു പിള്ളേരുടെ ട്രെയിനാണ്. ഇതിപ്പോൾ തീരെ കുഞ്ഞു പിള്ളേർക്കുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുന്ന പാരൻസും പിള്ളേരും കൂടെയാണ്. പക്ഷെ നല്ല രസമാണ്. പണ്ടേ എനിക്ക് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വേറൊരു സെറ്റുണ്ട്. നമ്മൾ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതുപോലെയുള്ള ക്യൂട്ട് ട്രെയിനുകൾ പോവും. നല്ല ഭംഗിയല്ലേ? പക്ഷെ നിമ്മയെ കയറ്റിയില്ല. നിമ്മയെ കയറ്റിയെങ്കിൽ ട്രെയിൻ മറിഞ്ഞേനെ. ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി നമ്മളത് ഏട്ടായി കയറിയിട്ടെങ്കിൽ പിന്നെ അത് ഇടിഞ്ഞു പോയേനെ. പിന്നെ അതിന് വേറെ ആർക്കും കയറാൻ പറ്റില്ല. പിന്നെ നന്ദൂസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഏതാ ഗേറ്റിൻ്റെ ഔട്ട്ലെറ്റ് ആണുണ്ട്. പല സ്ഥലത്ത് പല രീതിയിൽ ട്രെയിനുകളുണ്ട്. അടുത്ത ട്രെയിനാണ് നമ്മുടെ ഈ ട്രെയിൻ വരുന്നത്. ഇതും പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ട്രെയിനാണ്. ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് പിള്ളേർക്ക് നമ്മൾ വിഗലാൻഡിലൊക്കെ പോകുമ്പോൾ ഉള്ള സംഭവമില്ലേ, അതുപോലെ ഇവിടെ വെള്ളമൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ചിറകി ഇറങ്ങാനും അല്ലെങ്കിൽ ചാടി കളിക്കാനും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൻ്റെ തന്നെ പല പല വേർഷൻസുകളുണ്ട്. പക്ഷെ എല്ലാത്തിനും പേയ്മെൻറ്റ് ഉള്ളതാണ്. 15 റിയാൽ to 20 റിയാൽ 25 റിയാലൊക്കെ ഉണ്ട്. പിന്നെ നല്ല കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ പ്രായത്തിലുള്ളവർക്കും എല്ലാം ഒരു ആകർഷണമാണ് എന്താണ് എന്നറിയാനായിട്ട്. ഈ അത്ഭുത പാർക്കിൽ തന്നെ കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ് ബേസ്മെൻറ്റിൽ. അതിൻ്റെ ഫെയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗെയിംസാണ് അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ വീഡിയോ ഗെയിംസിൻ്റെ സെക്ഷനും പിന്നെ കുഞ്ഞു പിള്ളേർക്കുള്ള ഒരു കോൺസെൻട്രേഷനൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ മറ്റേ പിക്ക് ചെയ്യൂല്ലേ ഈ ഡോൾസിനെയൊക്കെ, അങ്ങനത്തെ ഗെയിംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിനൊക്കെ ക്യാഷ് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഓരോ ഗെയിംസിനും പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും അല്ലാതെ കുറച്ചുകൂടെ വലുതായ കുട്ടികൾക്കും എല്ലാം ചെയ്യാൻ പറ്റും. ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടാണ് തോന്നുന്നത് എല്ലാവർക്കും. വലുതായ കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു ഗെയിം സോണിലെ ഏരിയയിൽ. അതെ, കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു, പാരൻസും. നല്ല രസമുള്ള ഒരു ഏരിയയാണ്. കളേഴ്സും എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് ടോട്ടലി കാണാനായിട്ട്. ഇഷ്ടം പോലെ ഉണ്ട്, അവൈലബിൾ ആയിരുന്നു ഓരോ ഗെയിം സോണുകളും. പിന്നെ ഇതൊക്കെ ഗൺ മെഷീൻ വെച്ചിട്ടൊക്കെ ഉള്ള ഗെയിം, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇത് കുഞ്ഞു ടോയ്സ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. എനിക്ക് ആ പുള്ളി ഒരു പട്ടിക്കുട്ടിയെ കാണിച്ചു തന്നു. അതിങ്ങനെ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കാം. അതിങ്ങനെ നടക്കുന്നതായിട്ടൊക്കെ ഉള്ളൊരു ടോയാണ്. കുഞ്ഞു പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. സൗണ്ടൊക്കെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പിള്ളേർക്ക് ഇങ്ങനെ അതിൻ്റെ അകത്തൂടെ, ഇത് ശരിക്കും കാറ്റ് നിറച്ച് വെച്ചിരിക്കുന്ന ബലൂൺ ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ചാടിക്കളിക്കാനൊക്കെ പറ്റും. ജമ്പിങ് ചെയ്ത് കളിക്കും. ഇതെല്ലാം പേയ്മെൻറ്റ് ഉള്ളതാണ്. ഈച്ച് ഈവെൻറ്റിന് അവിടെ പേയ്മെൻറ്റ് ഉള്ളതാണ്. 15 തൊട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. 15-20 റിയാൽ പെർ ഹെഡ് അങ്ങനെയാണ് വരുന്നത്. ചില ഈവെൻറ്റിന്, അതായത് ചില ഗെയിംസിന് അവിടെ മണിക്കൂറിനേ ഉള്ളൂ. ചിലത് നമുക്ക് അൺലിമിറ്റഡ് പറ്റും. കിഡ്സിന് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് നിർത്തിയിട്ട് പോകാനൊക്കെ പറ്റും. ചിലതിന് ഇന്ന ടൈം ലിമിഷൻ ഉണ്ട്. അവിടെ ഓരോ ഇതിനും ഓരോ സെക്ഷനും ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഇത്ര മണിക്കൂർ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ചെറിയ ചെറിയ സ്ഥലത്ത് പേയ്മെൻറ്റ് സെക്ഷനും ഉണ്ട്. പിന്നെ എന്താ, ഈ സെക്ഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കംപ്ലീറ്റ് കുഞ്ഞ് പിള്ളേരുടെ സോൺ ആയതുകൊണ്ട് തന്നെ പാരൻസും എല്ലാവരുമായിട്ട് നല്ല തിരക്കാണ്. ഇതൊരു കൗണ്ടറാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കൗണ്ടേഴ്സ്. പിന്നെ ഇത് ഫുഡ് ഐറ്റത്തിൻ്റെതാണ്. പല ടൈപ്പ് ഫ്രൈസ്, കബാബ് പോലത്തെ ഐറ്റങ്ങൾ. ഫിലിപ്പീനി, ഇന്തോനേഷ്യ ഫുഡ്സ് ആണ് ഏറ്റവും കൂടുതലുള്ള. ഏഷ്യൻ ഫുഡ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതലുള്ള കണ്ടിട്ടുള്ളത്. പല ടൈപ്പ് അവരുടെ ഫ്രൈസ് ഇല്ലേ, പലതിനെയും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കാണുന്നത്. പിന്നെ മോമോസ് പോലത്തെ പല ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു റൈസ് പുഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഫുഡ് ഐറ്റങ്ങളുണ്ടായിരുന്നു.
ഈ കാണുന്നതാണ് അവിടുത്തെ ഈവൻറ്റിൻ്റെ ഒരു ഫെയർ. ഇത് കുറച്ച് ഈവൻറ്റ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ ഫെയറും അതിൻ്റെ ആക്ടിവിറ്റി അവേഴ്സും അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കൗണ്ടേഴ്സ്, ഈ ഫുഡ് കൗണ്ടേഴ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഗ്രിൽസിൻ്റെയൊക്കെ ഫുഡിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു. ജ്യൂസ് ഐറ്റം ഒക്കെ ഉണ്ട് ഇവിടെ. ജ്യൂസ്, ഫ്രൈഡ് ഐറ്റം, അങ്ങനെ പല പല വെറൈറ്റി ഇഷ്ടം പോലെ. 그냥 놨어. alegría Macarena, que tu cuerpo para dar la alegría cosa buena. Dale tu cuerpo alegría Macarena, Macarena. Dale tu cuerpo alegría Macarena, que tu cuerpo para dar la alegría cosa buena. Dale tu cuerpo alegría Macarena, Macarena. അൽബിദ വാക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
ഞങ്ങൾ ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ്. പാർക്കിംഗ് ബേസ്മെൻറ്റിലായതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. ഈ കാണുന്നതാണ് പാർക്കിംഗ് പേയ്മെൻറ്റ് മെഷീൻ. നമ്മൾ ഈ അൽബിദ പാർക്കിലേക്ക് എൻട്രി ചെയ്യുന്ന ടൈമിൽ അവിടെ ടോൾ ബൂത്ത് ഉണ്ട്. ആ ടോൾ ബൂത്തിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ടിക്കറ്റ് കിട്ടും. ആ എൻട്രി ടിക്കറ്റ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ എൻ്റർടൈനിങ് സ്പെൻഡിങ് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ മെഷീനിലേക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്തെന്നുള്ള ആ ഒരു റേറ്റ് അവിടെ കാണിക്കും. എനിക്ക് 4 റിയാലാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള 5 റിയാൽ ഇടുമ്പോൾ 1 റിയാൽ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി. വളരെ ഈസിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. വൺസ് നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡ് നമുക്ക് റിട്ടേൺ കിട്ടും. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഈ കാർഡ് അവിടെ ആ മെഷീനിൽ വീണ്ടും ഇടുക. നിങ്ങൾ ഈ കാണുന്നതാണ് കാർ പാർക്കിംഗ് ഏരിയ. ഫസ്റ്റ് ടൈമാണ് പപ്പ ജോൺസിൽ വരുന്നത്. അങ്ങനെ പുറത്ത് തന്നെ അവർ കംപ്ലീറ്റ് മെനുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം, എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ലക്കിന് ഇന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ അവരുടെ കംപ്ലീറ്റ് ആംബിയൻസ് ഒക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു കോംബോ ആണ് 59 റിയാലിൻ്റെ. അതിൽ വന്നിട്ട് ഒരു ചിക്കൻ പിസയും പിന്നെ അതിൽ കൂടെ ഒരു സ്റ്റാർട്ടറായിട്ട് വരുന്നത് ഒരു ചിക്കൻ റോള്, സ്പൈസി റോൾ എന്ന് പറഞ്ഞിട്ട് ചീസൊക്കെ ഉള്ളതാണ് എന്ന് അവർ പറഞ്ഞു. കാണാനും നല്ല രസമുണ്ട്. ഡ്രിങ്ക്സും നമുക്ക് ചൂസ് ചെയ്യാം. ഏട്ടായി ഇവിടെ സ്പൂണും കത്തിയൊക്കെ വെച്ചിട്ട് കുത്തി കുഴലുമാല എടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിസയാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ കുത്തി കുഴലുമാല പുറത്തെടുത്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി കഴിഞ്ഞു. അപ്പോൾ ഇനി പേയ്മെൻറ്റ് ചെയ്യണം, പിന്നെ വീട്ടിൽ പോവുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നവരേക്കും ബൈ ബൈ.